ഞാൻ ഫാത്തിമ നിങ്ങൾക്ക് ഇപ്പോ ഫാരിസ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റുഡന്റും കൂടിയാണ്. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. ജസ്റ്റ് വോയിസ് എങ്കിലും ഒന്ന് ചെയ്തിട്ട്. ഫാരിസ് പറഞ്ഞത് ക്ലാസ്സിൽ എല്ലാരും നല്ല ആക്റ്റീവ് ആണെന്നാണല്ലോ. കേൾക്കുന്നുണ്ടാവായിരിക്കുന്നേ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുന്ന ഫാരിസ തുടങ്ങിക്കോട്ടെ ഞാന്. Yes. ഓക്കെ. الحمد لله رب العالمين والصلاة والسلام على رسوله الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد. Women of Islam, dignity despite centuries. അതാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. അപ്പോ വിമൻ ഓഫ് ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ ഡിഗ്നിറ്റി എന്ന വാക്കിനെ അതിന്റെ കൂടെ പറയുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് വിമർശനം ഉയർന്നേക്കാവുന്ന ഒരു എന്താ പറയാ പ്രയോഗമാണെന്ന് വേണേ പറയാം. കാരണം ഡിഗ്നിറ്റിയും വിമനും തന്നെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര പ്രയാസമായിട്ടാണ് ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അഥവാ മുസ്ലിം വിമനെ കുറിച്ചിട്ടാണെങ്കിൽ പിന്നെ ഡിഗ്നിറ്റി എന്ന വാക്ക് ഒരു തെറ്റ് പോലെയാണ് ആളുകൾ കാണുക. കാരണം ഇസ്ലാം പൊതുവെ ഒരു കേട്ടുകേൾവി എന്നുള്ളത് ഇസ്ലാം പൊതുവെ വിമനെ അടിച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന കൂട്ടിലടക്കുന്ന ഒരു മതമായിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കെ ഡിഗ്നിറ്റി എന്ന വാക്കിനെ ഇസ്ലാമിക് വുമന്റെ കൂടെ ചേർത്ത് പറയുക എന്നുള്ളത് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് വേണേ കൂട്ടാം. അപ്പൊ ആ വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമതായിട്ട് ഈ ഒരു സെഷൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് എന്താ പറയാ മഹതിമാരെ പറയാനുണ്ട്. അതായത് ഇസ്ലാമിലെ വിമൻ എന്ന നിലക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് വിമനെ പറയാനുണ്ട്. എന്നാൽ നമ്മൾ തുടക്കം കുറിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് എന്നാണല്ലോ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇസ്ലാമിക് വുമൻ എന്ന കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്ന വാക്ക് വിമന്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പേര് മറ്റ് ആരുടെയും പേരല്ല, ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹയുടെ പേരാണ്. ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ ഇവിടെ പറയാൻ കാരണം മറ്റൊന്നും അല്ല. ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ, ഷി വാസ് ദ ലേഡി മോഡൽ ഓഫ് പൈറ്റി ആൻഡ് ഷി വാസ് ദ ലേഡി മോഡൽ ഓഫ് ഡിഗ്നിറ്റി എന്ന് വേണേ പറയാം. അതെന്താ കാരണം? ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ വിമൻ എംപവർമെന്റ് എന്നൊക്കെ നമ്മൾ ഈ കാലത്ത് കേൾക്കാറുണ്ടല്ലോ. ഇപ്പൊ വിമൻ എംപവർമെന്റിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്നുള്ളത് ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത് വെറുതെ ഒരു വാചകടിയായിട്ട് നിങ്ങൾ കൂട്ടണ്ട. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളുടെ ആ കാലത്ത് ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ എന്നുള്ളത് ആരായിരുന്നു നിങ്ങൾക്കറിയോ? അതായത് ഇരു ലോകത്തിന്റെയും നേതാവായ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു കാലത്ത് ഏറ്റവും എന്താ പറയാ എല്ലാം കൊണ്ടും അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു നേതാവിന്റെ ചുമലിലായിരുന്നു ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം. ഏത് കാലത്ത്? 6 അടി മണ്ണിന്റെ അടിയിലേക്ക് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത് ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹയെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റി നടന്നിരുന്നത് അവിടുത്തെ തോളിലാണ്. അതായത് തോളിലേറ്റി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർക്കറ്റിൽ പോകുമായിരുന്നു. അപ്പോ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു വുമൻ എംപവർമെന്റ് പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ലോകത്തോടൊന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്, എന്താണ് അവർ വുമൻ എംപവർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. വുമൻ എംപവർമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളെ എംപവർ ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇല്ലാത്തൊരു പവർ കൊടുക്കുക. ആർക്കാ അപ്പൊ പവർ? ഈ സ്ത്രീകൾക്ക് പവർ ഇല്ല എന്നുള്ളത് തന്നെ ലോകത്തിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അതൊന്നാമത്തേത്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടും
സ്ത്രീകൾ ഒരു എന്താ പറയാ കുറവുള്ളവരാണ്, സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ്, അവര് നമ്മുടെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളെ പെൺകുട്ടിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ ഭാര്യയെ വിമർശിക്കുകയും ഭാര്യയെ ഒറ്റപ്പെടുത്തുകയും എന്നിട്ട് ആ ഭാര്യയിൽ നിന്ന് അവര് ഈ എന്താ പറയാ വേദനയോടെ പ്രസവിച്ച നൊന്തുപെറ്റ മകളെ വാങ്ങിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ, നേരെ കുഴി കുഴിച്ച് അതിലിട്ട് മൂടിക്കളയുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്താണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഏറ്റവും ഇളയ പുത്രിയെ അദ്ദേഹം അതായത് ഇത്രയും മക്കളുള്ളതിൽ അതിൽ ഏറ്റവും ഇളയ മകളെ കൂടി തോളിലേറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുപോണത്. അന്ന് ലോകം നോക്കുന്നുണ്ട്. അന്ന് ലോകത്തൊരു സംഭവം തന്നെ മാറ്റി എഴുതപ്പെടുകയാണ്. സ്ത്രീന്റെ സ്ഥാനം മണ്ണിനടിയിലല്ല, ഖബറിനടിയിലല്ല എന്നുള്ളത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആക്ഷൻസ് കൊണ്ട് മാറ്റി എഴുതി കൊടുക്കുകയായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് തന്നെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഒരു സ്വഹാബി, പിന്നീട് അവർ സ്വഹാബി ആയതാണ്. അപ്പൊ ആ സ്വഹാബി ആയതിനു ശേഷം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് സങ്കടം പറയാണ് ഈ ഒരു സ്വഹാബി. എന്താണ്, എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറയണ ഒരു സംഭവമാണ്. എന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ആണായിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് പെണ്ണാണ് എന്ന് കണ്ടപ്പോ ഭാര്യ അത് മറച്ചു വെച്ചിട്ട് ആ മകളെ കൊടുത്തു വിടുകയാണ്. അതായത് ഈ പ്രസവം എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ, ആ പെണ്ണിന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ്. അങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതി. എന്നിട്ട് കുട്ടി അറിയാതെ മരണപ്പെട്ടു പോയി എന്നുള്ള നിലക്ക് ഭർത്താവിനെ അറിയിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ കുട്ടി ഇച്ചിരി വലുതായപ്പോ തന്നെ അവരുടെ മകൾ എന്ന നിലക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അത് പിന്നീടാണ് സ്വന്തം മകളാണ് എന്നുള്ളത് ഈ ഉപ്പാനെ ഈ ഭാര്യ അറിയിക്കുന്നത്. ആ അറിയിക്കുന്നപ്പോഴേക്കും ഈ ഉപ്പയും ഈ മകളും, അതായത് വേലക്കാരന്റെ മകൾ എന്ന നിലയ്ക്ക് ഈ മകളുമായിട്ട് ഉപ്പാക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത്ര അടുത്തുപോയി, അത്രയും അടുത്തിരുന്ന ആ സമയത്ത് ഈ ഉപ്പാക്ക് പക്ഷെ എന്ത് താങ്ങാൻ പറ്റില്ല, തന്റെ സുഹൃത്തുക്കളോട് ഞാനൊരു പെൺകുട്ടിന്റെ പിതാവാണ്, ഞാൻ ഒരു പെൺകുഞ്ഞിന്റെ പിതാവാണ് എന്ന് പറയാൻ ആ പിതാവിന് അന്ന് എന്താ പറയാ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രല്ല, ആ പിതാവിന് അന്ന് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അത്ര പോലും നീചമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. എന്നിട്ട് ആ പിതാവ് ഇത്ര സ്നേഹമുള്ള മകളെ കൊണ്ടുപോയിട്ട് കളിക്കാൻ എന്ന് പറഞ്ഞ് ഖബറ് കുഴിക്കുകയാണ്. ആ ഖബറ് കുഴിക്കുമ്പോൾ മകളും കൂടി മണ്ണ് കോരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മണ്ണ് കോരിയിട്ട് ഈ പിതാവ് ഒരു എന്താ പറയാ ദയന്റെ ഒരു ഇതും ഇല്ലാത്ത പോലെ മനസ്സിനാട് മരവിപ്പിച്ച് മനസ്സിനെ കൊന്നിട്ട് ആ മകളെ അതിലേക്ക് ഇട്ടിട്ട് മണ്ണ് വാരി എറിയാണ്. മണ്ണ് വാരി എറിയുമ്പോഴും ആദ്യം തന്നെ വായിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കുക. എന്തുകൊണ്ടാന്നറിയോ? കാരണം ആ ഉപ്പാനെ മകൾ അത്ര ഇഷ്ടപ്പെട്ടിരുന്ന ഉപ്പയാണ്. അപ്പോഴേക്കും അത്രയും ബന്ധമായി പോയി. അപ്പൊ ആ ഉപ്പാനെ ഇങ്ങനെ അബി അബിന്ന് വിളിക്കുന്നുണ്ട് ആ മകള്. അപ്പൊ ആ വിളി കേൾക്കാതിരിക്കാൻ വേണ്ടി വായിലേക്ക് ആദ്യം മണ്ണ് തിരികെ കൊടുത്തിട്ട് പിന്നെ മണ്ണിട്ട് മൂടിയിട്ട് ആ ഉപ്പ തിരിച്ചു നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത്രയും തരം താഴ്ന്ന അവസ്ഥയായിരുന്നു. കാരണം ഇവിടെ സ്നേഹം പോലും ഉണ്ട്. സ്നേഹം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും അയാൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് അവിടെ. അപ്പൊ അത്രയും തരം താഴ്ന്ന ഒരു അവസ്ഥയിലായിരുന്നു സ്ത്രീകൾ എന്ന സമൂഹം സ്ത്രീകളെ കണ്ടിരുന്നത്. ആ ഒരു സമൂഹത്തിൽ നിന്ന് എല്ലാം മാറ്റി എഴുതുന്നത് തന്നെ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് ഇനിയും പറയാനുള്ള കുറച്ച് ശകലങ്ങൾ നമ്മൾ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മഹതിമാരിലേക്കും അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചാലാണല്ലോ ഇതിലൊരു കാര്യമുള്ളൂ. അതിലേക്ക് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ജസ്റ്റ് ഒന്ന് എത്തി നോക്കാം. ഒന്നാമത് പറയാനുള്ളത്, ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹയെ ഞാൻ പറഞ്ഞല്ലോ വുമൻ എംപവർമെന്റ് ഏറ്റവും ഉത്തമ ഇതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ വേറൊരു റീസൺ ഞാൻ പറയുകയാണെങ്കിൽ അവിടുത്തെ ഹയാ തന്നെ ഇതിന് വലിയൊരു കാരണമാണ്. അവിടുത്തെ ഹയാ ഇതിന് വലിയൊരു കാരണമാണ് എന്ന് പറയാൻ കാരണം ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ രണ്ടുള്ളവരായിരുന്നു. എന്ത് ലജ്ജ ഉണ്ട്. ലജ്ജ എന്നത് എന്തല്ലാന്നറിയോ? ഒരു സ്ത്രീയുടെ സെൽഫ് കോൺഫിഡൻസിനെ അടിച്ചമർത്തേണ്ട ഒരു സാധനമല്ല ആ സ്ത്രീയുടെ ലജ്ജ. അതൊന്നാമത് മനസ്സിലാക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് രണ്ട് എക്സ്ട്രീംസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്നെങ്കിൽ സ്ത്രീക്ക് എന്തുണ്ടാവില്ല, ലജ്ജ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ആ സ്ത്രീക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. രണ്ടാലൊന്നേ ഏത് സ്ത്രീയിലും നമ്മൾ കാണുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം
സ്ത്രീകൾ അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അപ്പൊ ദീൻ അറിയുന്നവർ പോലും അങ്ങനെയാണ്, ലജ്ജ ഉണ്ടാണോ, അപ്പൊ പിന്നെ സെൽഫ് കോൺഫിഡൻസ് വേണ്ട. അപ്പോ സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ പോലും നമ്മള് സംസാരിക്കാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല എന്നൊരവസ്ഥയാണ്. പക്ഷെ ദീൻ നമ്മളോട് ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ദീൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത്രയും ഹദീസിന്റെ പരമ്പര നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ ദീൻ അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൃത്യമായ ബോർഡർ ലൈൻ നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ബോർഡർ ലൈൻ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാളൊരറ്റത്താവും. രണ്ടാളൊരറ്റത്തായാലും കാര്യം ഉണ്ടാവില്ല. കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ അത് ബെനിഫിറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ആഖിറത്തിൽ ബെനിഫിറ്റ് ചെയ്യൂല. എന്ത് കോലത്തിലാണെങ്കിലും കംപ്ലീറ്റ് ബെനിഫിറ്റ് ഉണ്ടാവൂല. കംപ്ലീറ്റ് ബെനിഫിറ്റ് ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ആഖിറത്തിൽ ബെനിഫിറ്റ് ഉണ്ടായാൽ പോരെയെന്ന്. പിന്നെ ദുനിയാവിൽ ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാക്കി കാണണ്ടല്ലോ, അതെന്തിനാ അപ്പൊ എടുത്തു പറയണത് എന്ന് തോന്നുന്നവരുണ്ടാവും. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ്, അതായത് ഹ്യൂമൻ ആയി എന്നത് നമുക്ക് ശരിക്കും റബ്ബ് ചെയ്ത് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അങ്ങനെ പറയാൻ കാരണം മൃഗങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റിൽ പറയുകയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലങ്ങളും സാധനങ്ങളും, ഇവിടെ പല സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നോൺ ലിവിങ് ആണ്. നോൺ ലിവിങ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് എന്തായാലും ഉത്കൃഷ്ടമാണ് എന്ത്, ലിവിങ് ബീങ്സ് ആയിട്ടുള്ള വസ്തുക്കള് അല്ലെങ്കിൽ ജീവികൾ എന്ന് നമ്മൾ പറയുന്ന ജീവനുള്ള എന്തും. അതിൽ തന്നെ മരങ്ങൾ എന്നുള്ളതിന് മോട്ടിലിറ്റി ഇല്ല. അതായത് ദേ കാൺ മൂവ്, അവർക്ക് നീങ്ങാനുള്ള ഒരു ഇതില്ല, എന്താ പറയാ, എബിലിറ്റി ഇല്ല. അപ്പൊ പിന്നെ ഉള്ളത് എന്താണ്, അതുമല്ലാത്ത അതിനേക്കാളും പറ്റുന്ന മൃഗങ്ങളുണ്ട്, അതുപോലെ ഇൻസെക്ട്സും മൃഗങ്ങളും, അങ്ങനെ ആ ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവർക്ക് എന്താ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ അപ്പുറത്തേക്ക് എന്തോ എന്നുള്ള ഒരു ജീവി കൂടി ഉണ്ട്. അതാരാണ്? മനുഷ്യനാണ്. മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പടപ്പായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. കാരണം മനുഷ്യന് വിവേകം തന്നിട്ടുണ്ട്, തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. തിരിച്ചറിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം. അപ്പോ ആ ഒരു തിരിച്ചറിവും അതുപോലെ മേഴ്സി, കമ്പാഷൻ, അതുപോലെ സ്നേഹം എന്ന് പറയാൻ അൺകണ്ടീഷണൽ ലവ്. ബാക്കി ഇപ്പൊ മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും കണ്ടീഷണൽ ആയിരിക്കും സ്നേഹം. മനുഷ്യന് അൺകണ്ടീഷണലി സ്നേഹിക്കാനുള്ള ഒരു കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണം എന്ന് പറയാമെങ്കിലും ഒരു മനുഷ്യനായിരുന്നു. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ ഫാമിലിയിൽ, അതായത് അതേ ഫാമിലി ഉദ്ദേശിച്ചത് അഹ്ലു ബൈത്ത് എന്ന നിലയ്ക്കല്ല കേട്ടോ. അതായത് നമ്മളിപ്പോ സയന്റിഫിക്കലി പറയുമ്പോ ആനിമൽസിന്റെ ഓരോ ഫാമിലി കൊടുക്കാറുണ്ടല്ലോ. ആനിമൽസ്, എന്താ പറയാ, പ്ലാന്റ് എന്ന നിലക്ക് നമ്മൾ ഇത് കൊടുക്കാറുണ്ട്, ഫാമിലീസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഫാമിലീസ് ആ ഒരു കോലത്തിൽ നമ്മൾ ഫാമിലി എന്ന് വിളിക്കുകയാണെങ്കിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ സ്ട്രക്ചറിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചിട്ടുള്ളത്. അതായത് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ ഫാമിലിയിലാണ് പെടുന്നത് എന്നുള്ളത്. അപ്പൊ അതിനേക്കാളും വലിയ മനുഷ്യൻ എന്ന എന്താ പറയാ, ബീയിങ്ങിന്, ഹ്യൂമൻ ബീയിങ്, ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എന്താ പറയാ, ഔന്നിത്യം നൽകാൻ ഇതിനേക്കാളും വലിയൊരു, എന്താ പറയാ, എക്സ്പ്ലനേഷൻ വേറെ ആവശ്യമില്ല. അപ്പൊ ഈ ഒരു മനുഷ്യനായി എന്നുള്ളത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ആ ഒരു അനുഗ്രഹത്തിന് നമ്മൾ എന്തായാലും നന്ദിയുള്ളവരായിരിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു അനുഗ്രഹം യൂസ് ചെയ്യണം. നന്ദി എന്ന് പറയുന്നത് തന്നെ യൂസ് ചെയ്യലാണ്. നമുക്കിപ്പോ എന്ത് സാധനം, അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ കിട്ടുന്ന ഏതൊരു അനുഗ്രഹം, ഞാൻ ഇങ്ങനെ ഒരൊറ്റ ടോപ്പിക് ഇരുന്ന് സംസാരിക്കൂല കേട്ടോ, എന്തൊക്കെയോ ടോപ്പിക് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളതിലൊന്നും വിചാരിക്കണ്ട. അപ്പോ ഈ നന്ദി എന്ന് പറയുന്ന സംഭവം എന്താ, നന്ദി എന്ന് പറയുന്നത് ശരിക്കും അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞാൽ നന്ദിയാവോ? ഇല്ല, അതൊന്നും നന്ദിയാവൂല. പിന്നെ എന്തായിരിക്കും നന്ദി? നന്ദി എന്ന് പറയുന്നത് ഏതൊരു അനുഗ്രഹത്തിനെയും ഏറ്റവും ജുഡീഷ്യലി യൂസ് ചെയ്യുക. ജുഡീഷ്യലി യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ശുക്ർഫുൾ യൂസ് ഓഫ് എനി നിഅമ, അതാണ് നന്ദി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സാധനം തരികയാണ്. അപ്പൊ ആ സാധനത്തിനെ നമ്മൾ നന്ദി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഉപയോഗിക്കാണ്ടിരിക്കലാണ്. ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാണ്. ഞാൻ ആ ബുക്ക് നല്ല സന്തോഷായി, താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞ്, എന്നിട്ട് ഞാൻ ആ ബുക്ക് കൊണ്ട് ഷോക്കേസിൽ എടുത്തു വെച്ച്, ആ ഫ്രണ്ട് ചിലപ്പോ ഈ ബുക്ക് തന്നിട്ടുള്ളത് തന്നെ ഇവള് വായിക്കുമല്ലോ, അപ്പൊ ഇവള് വായിക്കുമ്പോ എനിക്ക് കൂലി കിട്ടും, അല്ലെങ്കിൽ ഇവള് വായിക്കുമ്പോ ഇവക്ക് ഇങ്ങനെ മനസ്സിലാവും, ഇങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെയുള്ള നിയത്തിലായിരിക്കും ആ ഫ്രണ്ട് തന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ ഇത് ഷോക്കേസിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ശരിക്കും ഞാൻ ആ ഒരു ഗിഫ്റ്റിനോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണല്ലോ അത്. എന്നാൽ ആ ഫ്രണ്ടിനോട് ഞാൻ ഒരു താങ്ക് യു വരെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആ ബുക്ക് കിട്ടിയതും
ഞാൻ ആ ബുക്കിലായിട്ട് മുഴുകുകയാണ്. ആ ഫ്രണ്ടിന് എത്ര സന്തോഷമാവും. ഇതിനപ്പുറത്തേക്ക് ഒരു താങ്ക് യു ആ ഫ്രണ്ടിന് ആവശ്യം ഉണ്ടാവില്ലല്ലോ. അതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. അപ്പൊ ശരിക്കും ശുക്ർ എന്നുള്ളത് ശുക്ർഫുൾ യൂസ് ഓഫ് എനി നിയമ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം, മനുഷ്യന് എന്നതിൽ തന്നെ നമുക്ക് എന്താ പറയാ, ഫീമെയിലിനെ ഒരു സുപ്പീരിയർ ബീങ് ആയിട്ട് വേണേ പറയാം. സുപ്പീരിയർ ബീങ് ആയിട്ട് ഞാൻ മനുഷ്യനിൽ ഫീമെയിലിനെ പറയുമ്പോൾ പലർക്കും പിന്നെയും അത് ഭയങ്കര കോൺട്രവേഴ്സി ആണല്ലോ എന്ന് തോന്നിയേക്കും. അത് ഞാൻ ഇൻഷാല്ലാ എക്സ്പ്ലനേഷൻ തരും കേട്ടോ. അപ്പൊ അപ്പോ ആ ഒരു ഇത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ആ യൂസിങ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താ പറയാ ശുക്ർ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, ഇരു ലോകത്തും നമുക്ക് ഏറ്റവും മികച്ചതായി നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡെയിലി ലൈഫ് ഡെയിലി ലൈഫും അതുപോലെ ഡെയിലി ലൈഫ് ഡീലിങ്സും ഡെയിലി ലൈഫ് പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവവും എല്ലാം. അപ്പൊ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ എങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു എന്ന് ചോദിച്ചാൽ, അതായത് തന്റെ സ്വന്തം മയ്യത്ത്, ഞാൻ മയ്യത്തായാല് എന്റെ മയ്യത്ത് ഒരാളെയും കാണിക്കരുത്, ഒരാളും കാണാതിരിക്കാൻ വേണ്ടി രാത്രിയിൽ പുതച്ചു കൊണ്ടുപോകണം. അതായത് മയ്യത്ത് കാണരുത് എന്ന് കൂടിയല്ല, മയ്യത്തിന്റെ ഷേപ്പ് കാണരുത്, അതിനപ്പുറത്തേക്ക് മയ്യത്തിന്റെ ആ ഒരു സൈസ് കാണല്ലോ. അതായത് ഷേപ്പ് കാണുന്ന രീതിയിൽ എന്തായാലും എന്താ പറയാ കവർ ചെയ്യൂല. പക്ഷെ എന്നാൽ പോലും എത്രയായിരുന്നു സൈസ് എന്ന് ആളുകൾ അറിയൂലേ, ആ സൈസ് അറിയരുത് എന്നുള്ളത് കൊണ്ട് രാത്രി എന്റെ മയ്യത്ത് കൊണ്ടുപോകണം എന്ന് വസിയത്ത് ചെയ്തു വെച്ചവരാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. അതിനേക്കാളും വലിയ ലജ്ജന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനില്ല. കാരണം ലജ്ജ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറ്റവും മാക്സിമം ലജ്ജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ പറ്റുന്ന ലജ്ജ കാണിക്കും. നമ്മൾ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ തന്നെ നമ്മൾ എന്താ പറയാ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും ലജ്ജന്റെ അങ്ങേയറ്റം കാണിച്ചവരും നമുക്കിപ്പോ നമ്മുടെ ഉമ്മാമ്മമാരിലേക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ വലിയ പ്രായമുള്ള സ്ത്രീകളിലും മറ്റുമൊക്കെ എന്താ പറയാ പുരുഷന്മാരുടെ ഒരു ഇച്ചിരി സാന്നിധ്യത്തിൽ പോലും നിൽക്കാത്ത രൂപത്തിൽ നിൽക്കുന്നവരും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ പോലും അല്ല. സ്വന്തം വഫാത്തിന് ശേഷം കൂടി അത് ഉറപ്പുവരുത്താൻ മാത്രം ലജ്ജയുള്ളവരായിരുന്നു ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. എന്നാൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ഈ ലജ്ജ അവിടുത്തെ റളിയല്ലാഹു അൻഹ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ ധൈര്യത്തെ കുറച്ചിരുന്നോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാണ്. അപ്പോ അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പല ഉത്തരം പറയുമായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിനൊരു നമുക്ക് എന്താ പറയാ പിന്നെ വാലിഡേഷൻ ആവശ്യമാണല്ലോ. അപ്പൊ ആ ഒരു വാലിഡേഷന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കാര്യം, ഒരു ചരിത്രം കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയാണ്. സുജൂദിൽ പോയപ്പോ അബൂജഹൽ വന്ന് ഒട്ടകത്തിന്റെ കൊടൽമാല ചെന്ന് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിലേക്ക് വെക്കുകയാണ്. അപ്പോ അതിന്റെ വെയിറ്റ് കാരണം, അതിന്റെ കനം കാരണം ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുജൂദിന്ന് തല പൊക്കാനാവുന്നില്ല. ബുദ്ധിമുട്ടി പോവാണ് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് നോക്കിയിട്ട് ആര് ചിരിക്കുകയാണ്? അബൂജഹൽ എന്ന ക്രൂരൻ. അതുപോലെ ആ ക്രൂരന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ ക്രൂരന്മാരും ചിരിക്കുകയാണ്, ചിരിച്ച് ആസ്വദിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് അബൂജഹൽ ആരാണ്? ഏറ്റവും ക്രൂരനാണ്, എന്തു ചെയ്യാൻ മടിക്കൂല. അപ്പോ അവൻ എന്ത് ചെയ്യും? ഇതിനാരെങ്കിലും, അതായത് അവൻ ചെയ്ത ഒരു കാര്യത്തിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഫെയിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും രൂപത്തിൽ അവന്റെ ഒപ്പോസറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവരുടെ കാര്യം ആ നേരത്തെ തീർക്കും. അപ്പോ അത് പേടിച്ചിട്ട് മനസാക്ഷിയുള്ള ഒരുപാട് പേര്, സ്വഹാബാക്കള് ദൂരെ എവിടെയോ ഉണ്ട്, പക്ഷെ സ്വഹാബാക്കൾ ഇത് കാണുന്നില്ല. പക്ഷെ എന്നാ പോലും ആരൊക്കെ കാണുന്നുണ്ട്? മനസാക്ഷിയുള്ള മുശ്രിക്കീങ്ങൾ പോലും കാണുന്നുണ്ട്, സ്വന്തം കുടുംബക്കാരായിട്ടുള്ളവർ കാണുന്നുണ്ട്. അവർക്ക് ഇത് മാറ്റണമെന്നുണ്ട്, പക്ഷെ അവർ മാറ്റുന്നില്ല. എന്ത് പേടിച്ചിട്ട്? അബൂജഹലിനെ പേടിച്ചിട്ട്. ആ സമയത്ത് ഇത് വന്ന് മാറ്റുന്നതാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ഈ ലജ്ജ പറയുന്ന സമയത്ത് തന്നെ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹന്റെ ഈ ചരിത്രം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴാണ് നമുക്ക് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ലജ്ജ ഉള്ളവൾ മാത്രമായിരുന്നില്ല, അവിടത്തേക്ക് സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയാ ധൈര്യവും അതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ അതുകൊണ്ട് പിന്നെയും പറയാണ്, ലജ്ജ ഒരിക്കലും ധൈര്യത്തിനെയോ സെൽഫ് കോൺഫിഡൻസിനെയോ ചോർത്തിക്കളയാനുള്ള ഒരു വിഭവമല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ആരും ഞാൻ സ്ത്രീയാണ്, അപ്പൊ ഞാൻ ലജ്ജ ഉണ്ടാവേണ്ടവളാണ്, അപ്പൊ അതുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ ആരും ചിന്തിക്കരുതെന്ന് ജസ്റ്റ് ഒന്ന് ഉണർത്തുകയാണ്. പിന്നെ ലജ്ജ എന്താണ്? ദെൻ വാട്ട് ഇസ് ഹയ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ജസ്റ്റ് സംതിങ് ദാറ്റ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് വുമൻ. ഈ വുമന്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നത് ശരിക്കും ഈ ലജ്ജ കൊണ്ട് തന്നെയാണ്. അതിന് ഇനി എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ,
ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ഷി വാസ് an epitome of beauty. എപ്പിറ്റം ഓഫ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതായത് സൗന്ദര്യത്തിന്റെ ഏറ്റവും എന്താ പറയാ ഉത്കൃഷ്ടമായ രൂപം അതിന്റെ ഏറ്റവും പ്രതീകം എന്ന് പറയാം. സൗന്ദര്യത്തിന് ഒരു പ്രതീകമായിട്ട് വെക്കുകയാണെങ്കിൽ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ നമുക്ക് കൂളായിട്ട് വെക്കുക. എന്തുകൊണ്ട്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് സ്വയം മറന്നിട്ട് അവിടെയുള്ള സ്ത്രീകളൊക്കെ സ്വന്തം കൈകൾ മുറിക്കുന്നുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെക്കാളും എത്രയോ സൗന്ദര്യമുള്ളവരാണ് നമ്മുടെ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുമുണ്ട്. എന്നാ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റുമൊക്കെ എപ്പോഴും പറയാറ് എന്താന്ന് പറഞ്ഞാൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനി പകർപ്പായിരുന്നു എന്ന് പറയാറുണ്ട്. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും പോലെയാണ് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ കാണുമ്പോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ സൗന്ദര്യം എത്രയാണ്? അവിടുത്തെ സൗന്ദര്യം അപ്പോ ഏറ്റവും എന്താ പറയാ ഈ കാലഘട്ടത്തിൽ എന്നല്ല ഈ റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രെറ്റിയസ്റ്റ് ആയിട്ടുള്ള വുമൻ എന്തായാലും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ ആ ഒരു എന്താ പറയാ അത്രയും അത് അപ്പോ നമ്മളിപ്പോ എന്താ പറയാ ഇതൊക്കെ പറയണം മിസ് വേൾഡും മിസ് ഇന്ത്യ അങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് താരതമ്യം ചെയ്താൽ മതി. മിസ് ഇന്ത്യ മിസ് വേൾഡ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഏറ്റവും സൗന്ദര്യമുള്ള ഈ നാട്ടിലെ സൗന്ദര്യമുള്ളവര്, അതുപോലെ ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളവർ, അതുപോലെ മിസ് യൂണിവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ പല കൊലത്തിലും നമ്മൾ സൗന്ദര്യത്തിന് അളക്കുന്ന രൂപങ്ങളാണ് ആ ഒരു സാധനങ്ങളൊക്കെ. അപ്പൊ വെറുതെ താരതമ്യം എന്ന് ഞാൻ പറയണത് ഒരിക്കലും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ ഇത് വെച്ച് താരതമ്യം ചെയ്യാനല്ല കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ താരതമ്യം ചെയ്യാൻ പറയുകയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഈ ഒരു എന്തായിക്കോട്ടെ ഏത് രൂപത്തില് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ബ്യൂട്ടി കൊണ്ട് ഫേമസ് ആയ ഏതൊരു ലേഡിനെയും നിങ്ങൾ എടുത്ത് നോക്കിയാല് അവരെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ, അവരെ കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത് നോക്കിയാൽ, അവരെ കുറിച്ച് ലോകങ്ങൾക്ക് പറയാനുള്ളത് നോക്കിയാല് നമുക്ക് നമുക്ക് കണ്ണടച്ചു പോകുന്ന രീതിയിലുള്ള പല എന്താ പറയാ എക്സ്പ്ലനേഷൻ ആയിരിക്കും, പല ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. അത്രയും ഏറ്റവും എറോട്ടിക് ആയിട്ടുള്ള രൂപത്തില്, ഏറ്റവും എന്താ പറയാ എന്താ പറയാ വൾഗർ ആയിട്ടുള്ള രൂപത്തില് അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക എന്നുള്ളതായിരിക്കും അവിടേക്ക് നമ്മൾ കാണുക. എന്നാൽ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ലോകത്ത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ വിത്തൗട്ട് എനി ഡൗട്ട് ഉറപ്പായിട്ടും അത് ഏത് രൂപത്തിൽ നിങ്ങൾ ചോദിക്കുകയാണ് വിത്തൗട്ട് എനി ഡൗട്ട് ഈ ദുനിയാവില് ഏറ്റവും പ്രെറ്റിയസ്റ്റ് ആയിട്ടുള്ള വുമൻ ഇന്നേരെ ഉണ്ടായതും ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോകുന്നതും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ആയിരിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള വരികൾ, കവിതകൾ, പാട്ടുകൾ അതിനെക്കുറിച്ച് അതിൽ ഒറ്റൊന്നു പോലും അവിടുത്തെ സൗന്ദര്യത്തെ ഒരു ഞരമ്പ് രോഗത്തോടെ വർണ്ണിക്കുന്ന രൂപത്തിലോ ഒന്നും ആയിരുന്നില്ല. പകരം എങ്ങനായിരുന്നു അവിടുന്ന് ബത്തൂലായിരുന്നു, സക്കിയ ആയിരുന്നു എന്നിങ്ങനെ അവിടുത്തെ അവിടുത്തെ ചാരിത്രത്തെ, അവിടുത്തെ പ്യൂരിറ്റിയെ വർണ്ണിക്കുന്ന രൂപത്തിലായിരുന്നു ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ വർണ്ണിച്ചിട്ടുണ്ടായ വരികളൊക്കെ. ഈ ദുനിയാവില് അങ്ങനെ അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയെ കുറിച്ച് ഇതുപോലെ വർണ്ണിക്കുന്ന ഏതെങ്കിലും ഒരു ഇത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി വൺ സിംഗിൾ പീസ്. ഒറ്റൊരു പീസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ മാത്രമായിരിക്കും. കാരണം എന്താ അവിടുന്ന് റളിയല്ലാഹു അൻഹ മാത്രമാണ് അങ്ങനെയുള്ള രൂപത്തില് അതിനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ഏറ്റവും കൂടുതൽ എംപവേർഡ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് റീസൺ എന്താണ്? ഒരു പെണ്ണിന് അവളുടെ ശരീരത്തിനെ കുറിച്ച് വൾഗറായിട്ട് വർണ്ണിക്കപ്പെടുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ പെണ്ണിന്റെ അത് വൾഗറായിട്ട് ഒരു ആണെന്നല്ല ആരാണെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തെ വർണ്ണിക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എഴുത്തുകൾ വരികയാണ്. ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ, ഒരു പെണ്ണിന്റെ എന്താ പറയാ ഷേപ്പ്, സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തോ ആവട്ടെ അതിനൊക്കെ വൾഗറായ രൂപത്തിൽ അല്ലെ എറോട്ടിക് ആയിട്ടുള്ള രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിലുള്ള ടെക്സ്റ്റുകള് അല്ലെങ്കിൽ വോയിസുകള് അല്ലെങ്കിൽ സംസാരം എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് കമന്റ്സും വരുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത് എന്നറിയോ? ശരിക്കും സംഭവിക്കുന്നത് ആ പറയുന്ന ആള് ഈ പെണ്ണിന്റെ സൗന്ദര്യം യൂസ് ചെയ്യാണ്. ഏതൊരാളാണെങ്കിലും അപ്പൊ ചെയ്യുന്നത് ഈ പെണ്ണിന്റെ സൗന്ദര്യം യൂസ് ചെയ്യാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെ ചെയ്യുമ്പോ ശരിക്കും ഈ പെണ്ണിന്റെ വാല്യൂ അവിടെ കുറയാണ്. കാരണം എന്താ ഇതുവരെ എന്താ പറയാ ഒരിക്കൽ പോലും തന്റെ സൗന്ദര്യം അങ്ങനെ യൂസ് ചെയ്യപ്പെടാതെ, അതായത് ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അല്ലാതെ യൂസ് ചെയ്യപ്പെടാത്തത് എന്നുള്ളത് വാല്യൂ ആണ്. അതെന്തുകൊണ്ട് വാല്യൂ ആണ്? ഇന്നത്തെ ലോകം അതിന് വാല്യൂ അല്ല എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങൾ വെറുതെ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ റിവ്യൂ പോലെ, ജസ്റ്റ് ഒരു സർവേ പോലെ നിങ്ങൾ
എവിടെയെങ്കിലും ഇറങ്ങി വെറുതെ ഒരു പെണ്ണിനോട് ചോദിച്ചു നോക്ക്, ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടുവോ? ഇല്ല. പിന്നെ പെട്ടുപോയവർ അതിനെ ഇങ്ങനെ എന്താ പറയാ ന്യായീകരിക്കാൻ പലതും കണ്ടുപിടിച്ചും പറഞ്ഞും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും ഇല്ല. അതിന് നമുക്ക് പറയാൻ വേറൊരു എന്താ പറയാ ക്ലിയർ എന്താ പറയാ വാലിഡേഷൻ ഉണ്ട്. എന്താണ്? ഖുർആൻ തന്നെ സ്വർഗത്തിലുള്ള സ്ത്രീകളെ വർണ്ണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ എന്നാണ്. അതായത് ഒരു ജിന്നും ഇൻസും ഇതുവരെ തൊട്ടിട്ടില്ലാത്ത സ്ത്രീയാണ് അവരെന്ന് സ്വർഗത്തിലുള്ള ഹൗറുലീങ്ങളെ കുറിച്ച്, ഹുറുലിസാനെ കുറിച്ചിട്ട് ഖുർആൻ തന്നെ വർണ്ണിക്കുകയാണ്. അപ്പൊ ഖുർആൻ ഏറ്റവും മുന്തിയതിനെ വർണ്ണിച്ചത് ഒരിക്കലും തൊട്ടിട്ടില്ലാത്തതായിട്ടാ. അപ്പൊ എന്താ? അപ്പൊ ശരിക്കും ഒരിക്കലും തൊട്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യപ്പെടാത്തത് എന്നുള്ളത് ഒരു വാല്യൂ ആണ്. സോ എവറി ടൈം ജസ്റ്റ് മേക്ക് ഷുവർ ഒരു സ്ത്രീന്റെ വാല്യൂ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹർ ഹയ. അതുപോലെ അവളുടെ പ്യൂരിറ്റി ആയിട്ടൊക്കെ എപ്പോഴും ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ അതേ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ നമ്മൾ നോക്കുകയാണെങ്കിൽ വി കുഡ് സീ എ വെരി ബ്യൂട്ടിഫുൾ വൈഫ് ഇൻ ഹർ. കാരണം എന്താ? ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ലോക നേതാവിന്റെ മകളാണ്. സ്വർഗത്തിലെ എന്താ പറയാ സയ്യിദത്താണെന്ന് ഓൾറെഡി എന്താ പറയാ അറ്റസ്റ്റേഷൻ കിട്ടിയ ആളാണ്. അതിനപ്പുറത്തേക്ക് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ 4 വര വരയ്ക്കുന്നുണ്ട്. ചുറ്റിലും 4 വര ഇങ്ങനെ 4 വര വരയ്ക്കുകയാണോ ജസ്റ്റ് വടി പ്ലേസ് ചെയ്യാണോ എന്നറിയില്ല. എന്തായാലും എന്നിട്ട് ഇവരെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഇത് ഖദീജ റളിയല്ലാഹു അൻഹ, ഇത് ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, ഇത് ആസിയ റളിയല്ലാഹു അൻഹ, അതുപോലെ ഇത് മറിയം ബിവി റളിയല്ലാഹു അൻഹ എന്നുള്ള നിലയ്ക്ക് 4 വടികളെയും 4 പേരായിട്ട് ജസ്റ്റ് ഡെപ്പിക്ട് ചെയ്തിട്ട് സ്വഹാബാക്കളോട് ജസ്റ്റ് പറയുകയാണ്. അപ്പൊ സ്വഹാബാക്കളോട് എന്നിട്ട് ചോദിക്കുകയാണ്, ഇതില് ഏറ്റവും എന്താ പറയാ ഇത് എന്താ പറയാ ഏറ്റവും പ്രൊമിനന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ആർക്കാന്ന് അറിയോന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹക്കാണെന്ന്. കാരണം എന്താ? ഇവിടെ ആരൊക്കെയുണ്ട്? ആസിയ ബിവി റളിയല്ലാഹു അൻഹ. ആസിയ ബിവി റളിയല്ലാഹു അൻഹ ആരാണ്? ഭർത്താവിന്റെ ക്രൂരനായ ഭർത്താവിന്റെ അത്രയും ഏറെയുള്ള ബുദ്ധിമുട്ടുകൾ ആ ഭർത്താവിൽ നിന്ന് സഹിച്ചിട്ടും തൗഹീദിൽ നിന്ന് വിട്ടുമാറാതെ അവസാന നിമിഷം വരെ പൊരുതി ജയിച്ച ആസിയ ബിവി റളിയല്ലാഹു അൻഹ. അതുപോലെ മറിയം ബിവി റളിയല്ലാഹു അൻഹ ആരായിരുന്നു? അത്രയും ബുദ്ധിമുട്ടുകൾ റബ്ബിന് വേണ്ടി സഹിച്ചിട്ട് റബ്ബ് തന്നെ നേരിട്ട് എന്താ പറയാ ഒരു ഒരു പുരുഷന്റെ സാന്നിധ്യമോ സമീപനോ ഇല്ലാതെ തന്നെ ഒരു മകനെ കൊടുത്തിരിക്കുകയാണ്. ആ മകനെ ലോകത്തിലെ പ്രവാചകനാക്കിയിരിക്കുകയാണ്. അത്രയും ഉന്നതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു വെച്ച്, അതുപോലെ ഖുർആനിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല എന്താ പറയാ ജസ്റ്റ് എന്താ പറയാ പ്രതിപാദിച്ചിട്ടുള്ള വനിതയാണ് മറിയം ബിവി റളിയല്ലാഹു അൻഹ. പിന്നെ ഉള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയും കൂടെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്നത് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹക്കാണ്. അതിന് റീസൺ ആയിട്ട് മറ്റൊന്നും അല്ല. ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണമായിട്ട് പറയുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ ഹയസ്റ്റ് സ്റ്റാറ്റസിൽ നിൽക്കുക. ഇതും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ ഹയാത്തിൽ തന്നെ പറയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇതൊക്കെ ഉറപ്പുണ്ടായിട്ടും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ അവസാന നിമിഷം എത്തിയപ്പോ, അതായത് അവിടുത്തെ വഫാത്തിനോട് അടുത്തപ്പോ, ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹക്ക് വഫാത്തിന്റെ സമയം അടുത്തു വന്നു എന്ന് തോന്നിയപ്പോ ഉടനെ ചെയ്യുന്നത് സ്വന്തം ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാണ്. അത് അത്ര എന്താ ഉള്ളിൽ തട്ടിയിട്ട് ഒന്ന് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ദിവസവും പണിയെടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ട് ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ എന്താ പറയാ ഇതാ വേണ്ടി അതായത് ബുദ്ധിമുട്ടിയിട്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടടക്കം സഹായം ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കയ്യില് ഫുള്ള് മുറിവാകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ജോലിന്റെ ആധിക്യം കൊണ്ട്. കാരണം അന്നത്തെ കാലത്ത് ജോലി എന്ന് പറയുമ്പോൾ അത്രയും കൂടുതലാണല്ലോ. എന്നിട്ട് അന്ന് വേലക്കാരൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആ കാലത്ത് വേലക്കാരികളൊന്നും ഇല്ലാതെ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ ഡെയിലി ജോലി ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് അത്രയും റാഹത്തിൽ എന്നിട്ടും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചിട്ടും അവസാന നിമിഷം ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. ആ രൂപത്തിലും ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാം ഉള്ളതാണ് ഒരു മുസ്ലിം വുമൻ എന്നുള്ളത്. ഇങ്ങനെ എല്ലാം ഉള്ള ഒരു മുസ്ലിം വുമന് തന്നെയാണ്
ഒരു എംപവേർഡ് മുസ്ലിം വുമനും ആവാൻ പറ്റുള്ളൂ. ഫാത്തിമ സുഹറ റളിയല്ലാഹു അൻഹ ഉമ്മു അബീഹ എന്നല്ല അറിയപ്പെട്ടത്. ഉമ്മു അബീഹ എന്ന് പറയുമ്പോൾ ഒരു സ്വന്തം ഉപ്പാക്ക് ഉമ്മയായിരുന്നു. അതിനേക്കാളും വലിയ സ്ട്രെങ്ത് വേറെ ഉണ്ടോ? അതിനേക്കാളും വലിയ സ്ട്രെങ്ത് ആയിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ശരിക്കും എന്ത് സംഭവിക്കുന്നറിയോ? ഈ ഫെമിനിസം എന്നുള്ള പേരില് എല്ലാവരും എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകളെ ഒരു ഏറ്റവും ഒന്നിനും കൊള്ളാത്തവളാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ശരിക്കും ചെയ്യുന്നത്. അവര് പുറത്ത് പറയുമ്പോൾ പലതും പറയും. അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ കണ്ണു മഞ്ഞളിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ശരിക്കുള്ള അതിന്റെ പിന്നിലെ അജണ്ട എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അതൊക്കെ ശരിക്കും എന്താ പറയാ മെയിൽഡും എന്താ പറയാ മെന്നിനെ ശരിക്കും ഈസി ആക്കി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. മെന്നിന്റെ ഡ്യൂട്ടിയാണ് വുമനെ പോറ്റുക എന്നുള്ളത്, വുമനെ നോക്കുക എന്നുള്ളത് മെന്നിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഡ്യൂട്ടിനെ എന്താ പറയാ വെറുതെ മാറ്റി തകർത്ത് വെച്ചിട്ട് തൽക്കാലം വിമൻ തന്നെ അത് ചെയ്തോട്ടെ, അത് മെന്നിന് ഈസി ആയല്ലോ എന്നുള്ള രൂപത്തില് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് വിമൻ ടോട്ടലി വിമന്റെ എപ്പോഴും വിമന്റെ പവർ വിമന്റെ ഫെമിനിറ്റിയാണ്. ഫെമിനിറ്റി മാസ്കുലിനിറ്റി എന്നുള്ളത് രണ്ട് കോംപ്ലിമെന്ററി എനർജീസ് ആണ്. അത് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അത് ഫെമിനിറ്റി മാസ്കുലിനിറ്റി അത് രണ്ടും രണ്ട് കോംപ്ലിമെന്ററി എനർജീസ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനെ രണ്ടിനെയും ആളുകള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് രൂപത്തിലാ അറിയോ? അത് രണ്ട് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള രണ്ട് എനർജീസ് ആയിട്ടാണ് ആളുകൾ അതിനെ വെറുതെ എന്താ പറയാ ലോകത്തിന് മുമ്പിൽ കാണിച്ചു വെക്കുന്നത്. അപ്പോ ആളുകൾ വിചാരിക്കും ഓക്കെ രണ്ട് കോൺട്രാഡിക്ടറി എനർജീസിന്റെ ആവശ്യം എന്താ? അപ്പൊ പിന്നെ ഈ ഫെമിനിറ്റിനെ കൂടെ ഫെമിനിറ്റി ഈ പെണ്ണിന്റെ ഫീമെയിലിന്റെ ഫെമിനിറ്റിനെ കൊന്നിട്ട് അതിലും കൂടി മാസ്കുലിനിറ്റി ചേർത്ത് വെക്കാന്ന്. പക്ഷെ അപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പത്തെ ഈ കാലം പോകുന്നോറും ഫാമിലി ലൈഫ് കൊളായിക്കൊണ്ടിരിക്കുകയല്ലേ. ഫാമിലി ലൈഫ് എന്നുള്ളത് ഒരു എന്താ പണ്ടത്തെ കഥയായി മാറുകയാണ്. പണ്ടൊക്കെ എത്ര വലിയ ഫാമിലി ആയിട്ട് ഫാമിലീസ് കഴിഞ്ഞിരുന്നു. ജോയിന്റ് ഫാമിലി ആയിട്ട് മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുടുംബങ്ങളില്ലേ. അന്ന് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരൊറ്റ വീട്ടില് തന്നെ പ്രശ്നമായിരിക്കും. അങ്ങനത്തെ രൂപത്തില് കാര്യങ്ങൾ മാറാൻ കാരണം വേറൊന്നുമല്ല, പെണ്ണിന്റെ ഫെമിനിറ്റി കളഞ്ഞിട്ട് അതിൽ മാസ്കുലിനിറ്റി കുത്തിച്ചേർക്കാൻ നോക്കുന്നോണ്ടാണ്. അപ്പോ എന്നാ പെണ്ണ് ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും ഒരു വുമന്റെ ഇന്നേറ്റ് നീഡ് ഒരിക്കലും മാസ്കുലിനിറ്റി അല്ല ആഗ്രഹിക്കുന്നത്. പെണ്ണിന് എപ്പോഴും ആഗ്രഹം ഫെമിനിറ്റിയാണ്. പക്ഷെ ഫെമിനിറ്റി യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ നിങ്ങളോട് ഞാൻ ഈ ലജ്ജന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് അതിനെ കൊണ്ട് പോക്കരുതെന്ന് പറയാൻ കാരണം ഫെമിനിറ്റി നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ നമ്മുടെ ഫെമിനിറ്റിനെ എപ്പോഴും മുന്തിച്ച് തന്നെ വെക്കണം. പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫെമിനിറ്റിനെ കൊണ്ട് ഉണ്ടാവുന്ന ഒരുപാട്, അതായത് ആ ഫെമിനിറ്റിന്റെ ലിമിറ്റ്സിൽ നമ്മൾ നിൽക്കുന്നതോടൊപ്പം ആ ഫെമിനിറ്റിക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മളെ കൂട്ടിലിട്ട പോലെയും എന്താ പറയാ അടിച്ചമർത്തപ്പെട്ട പോലെയൊക്കെ തോന്നുക. അപ്പൊ നമുക്ക് തന്നെ അങ്ങനെ തോന്നാൻ തുടങ്ങിയ പിന്നെ പുറത്തുള്ളവർ പറയുന്നതിൽ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഒരു ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ നമുക്കത് തോന്നാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ ഫെമിനിറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഇപ്പൊ ഈ ഒരു ഇത് തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഇമേജ് വുമൻ കളക്റ്റീവ്, ഈ ഒരു കളക്റ്റീവിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു സാധ്യതയാണ്. അതായത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. ലേഡീസ് മാത്രമേ ഉള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഫെമിനിറ്റിനെ പുറത്ത് കാണിക്കാനുള്ള ഫുൾ പെർമിഷൻ ഇസ്ലാം തരുന്നുണ്ട്. ഇസ്ലാം പറയുന്നുണ്ടോ സ്ത്രീകളോട് വായ തുറക്കരുതെന്ന്? ഒരിക്കലും ഇല്ലല്ലോ. ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പല രൂപത്തിൽ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും 100% സ്ത്രീകളുടെ എന്താ പറയാ പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും അതിനൊക്കെ അപ്പുറത്ത് അവരുടെ മനസ്സമാധാനത്തിനും കൂടി വേണ്ടി തന്നെയാണ്. കാരണം നമുക്ക് അതിനപ്പുറത്തേക്ക് പോയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടൂല. അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു കളക്റ്റീവ് നമുക്ക് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് ഭയങ്കര ഈസി ആയി വരികയല്ലേ. കാരണം ഇപ്പൊ തന്നെ നോക്കുക, നമ്മൾ പല നാട്ടിലുള്ള ആളുകളാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഒറ്റ ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോ ശരിക്കും ഇസ്ലാമിന് പറയുന്നത് അറിവ് നേടാനാണെങ്കിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഭർത്താവിന്റെ സമ്മതം പോലും വേണ്ടാന്നാണ്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതം പോലും ഇല്ലാതെ ഇസ്ലാം സ്ത്രീക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് യാത്ര പോലും ചെയ്യാതെ അറിവ് നേടാനും അറിവ് കൊടുക്കാനും, നിങ്ങൾക്കിപ്പോ എന്താ പറയാ അത്യാവശ്യം അറിവുള്ളവരായിരിക്കും, നിങ്ങൾ അറിവുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പല രീതിയിലും ഈ ഒരു കൂട്ടായ്മ തന്നെ നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യാൻ നോക്കി. ഇതിലെല്ലാവരും ആക്റ്റീവ് ആവാം. ആക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റും. നിങ്ങൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരാ, നിങ്ങളതായ പുതിയ പുതിയ അതും പ്രത്യേകിച്ച് നിങ്ങൾ മായതിന്റെ ടീമാണ്. മായതിന്റെ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. മായതിന് എപ്പോഴും എന്താ പറയാ എന്തിനും ഓപ്പർച്യൂണിറ്റി ഒരുക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മർക്കസ് നോളജ് സിറ്റി അതുപോലെ ഒരു സ്ഥാപനമാണ്. അപ്പൊ
അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മളെ ദീനിന്റെ ഫുൾ എന്താ പറയാ ബൗണ്ടറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനുള്ള എല്ലാം ഇവർ ഒരുക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരുക്കി തരുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്ന വേണം. കാരണം വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നമുക്ക് ഹലാലായിട്ടുള്ള ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ നമ്മളെ മാക്സിമം ആക്റ്റീവ് ആക്കി നമ്മുടെ എല്ലാ എന്താ പറയാ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലുകൾ പുറത്തേക്ക് കാണിച്ച് അതിനെ വളർത്താൻ ശ്രമിച്ച് അങ്ങനെയുള്ള രൂപത്തിൽ നമ്മൾ നീക്കങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ജീവിതം മടുക്കും. ജീവിതം മടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളവരായിരിക്കും നമ്മൾ കുറ്റം പറയാം. അതായത് നമ്മളെ ചുറ്റിലും അത് റെഡിയില്ല ഇത് റെഡിയില്ല എന്നൊക്കെ നമ്മൾ കുറ്റം കണ്ടെത്താൻ നോക്കും. ഒരു ഈ അടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോ ഒരു ഫീഡ് കണ്ടത്. അതായത് ഒരു പെണ്ണ്, ആ പെണ്ണ് ഉമ്മാനോട് പോയി പറയണ ഭർത്താവിന്റെ സ്വഭാവം തീരെ റെഡിയില്ല, ഭർത്താവ് എന്നോട് തീരെ നല്ലോണം പെരുമാറുന്നില്ല, എനിക്ക് സാഹി കെട്ടിന് ഒന്നേ മൂപ്പര്. അപ്പൊ അത്രയും എക്സ്റ്റെന്റിൽ എത്തിയിട്ട് ആൾക്ക് വേറെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല ഉള്ളത്. ഉമ്മാനോട് പോയി പറഞ്ഞത് എനിക്ക് ഭർത്താവിനെ കൊല്ലണം എന്നാണ്. കൊല്ലണം എന്ന് പറയുമ്പോൾ ഉമ്മ വേഗം എടുത്തിട്ട് മോള് സമാധാനിപ്പിക്കും. മോളോട് പറയാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളോട് പറയും ഞാന് നിങ്ങക്ക് പോയിസൺ തരാം, എന്നാല് ഇത് ഡെയിലി ഭർത്താവിനെ ഇട്ടിട്ട് അറിയാതെ, ഭർത്താവ് അറിയാതെ ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം എടുക്കും ഇതില് മരിക്കാൻ. അപ്പൊ ഒരു മാസം നീ കൃത്യമായിട്ട് കൊടുത്താൽ ഭർത്താവ് ഒരു മാസം കൊണ്ട് മരണപ്പെട്ടോളും. പക്ഷെ ആൾക്കാർ നിന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ നല്ല സ്നേഹത്തിൽ തന്നെ ഭർത്താവിനോട് നിൽക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ പെണ്ണ് പിന്നെ പോയിട്ട് ഭർത്താവിന്റെ അടുത്ത് ഇതുപോലെ ഇത് ചെയ്യാൻ തുടങ്ങും, ഇത് പറ്റാൻ തുടങ്ങും. അപ്പൊ ഈ പെണ്ണ് ദിവസവും ഈ പോയിസൺ ഇട്ട് കൊടുക്കും. അപ്പൊ പെണ്ണിനും നല്ല പേടിയുണ്ടല്ലോ, ആൾക്കാർ അറിയാൻ പാടില്ലല്ലോ മൂപ്പരാണ് കൊന്നത് എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല സ്വഭാവം കാണിക്കും. നല്ല സ്വഭാവം കാണിച്ചിട്ട് 29ാമത്തെ ദിവസം ആവുമ്പോ ഉമ്മാനെ വിളിച്ചിട്ട് കരയാൻ തുടങ്ങും. ഉമ്മ നാളെ എന്റെ ഭർത്താവ് മരണപ്പെടാൻ പോവാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെയും ആള് മരണപ്പെടണം, കാരണം മൂപ്പര് ഇപ്പൊ നല്ല സ്വഭാവമാണ്, മൂപ്പര് നല്ല ആളായിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഉമ്മ ചിരിക്കാൻ തുടങ്ങും. ഉമ്മ പറയും അപ്പൊ ഇത്രയും കാലം മനസ്സിലായില്ലേ, നിന്റെ സ്വഭാവം നന്നായിട്ടില്ലാത്തതുകൊണ്ടാണ് മൂപ്പര് ഇങ്ങനെ ഈ ഒരു സ്വഭാവം എന്നോട് കാണിച്ചത്. ഇപ്പൊ നീ സ്വഭാവം നന്നാക്കി മൂപ്പര് തിരിച്ച് സ്വഭാവം നന്നായി ജീവിച്ചല്ലോ. ഞാൻ തന്നത് വെറും പഞ്ചസാരയാണ്, പോയിസൺ ഒന്നല്ല, അപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അത് വെറുതെ ഒരു ചെറിയ കഥയാണെങ്കിലും അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ശരിക്കും നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന പലതും ആയിരിക്കും ചെറിയ രൂപത്തിലായിരിക്കും, നമുക്കത് മനസ്സിലാവില്ല. ചിലപ്പോ നമുക്ക് സങ്കടപ്പെട്ടിട്ട് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടതൊക്കെ ആയിരിക്കും, പക്ഷെ അതിൽ നിന്നായിരിക്കും അവർക്ക് അവരിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എന്തോ മാറ്റം വന്നത്. അപ്പൊ ആ മാറ്റം വരുന്നത് മാത്രമേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ അതിനൊന്നും ഒരു വഴി ഒരുക്കാണ്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ പറയാ ഒരു തുമനീനത്തിലായിരിക്കണം എന്ന് വേണേ പറയാം. ഈ നമ്മളിപ്പോ അലാ ബിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ് പറയലുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് എല്ലാവരോടും എപ്പോഴും ബെസ്റ്റ് വേയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേയിൽ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ ഇങ്ങോട്ടും ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ശരിക്കും ആൾക്കാരെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക, നമുക്ക് എങ്ങനെ ഇതൊന്നും സഹിക്കാൻ പറ്റണില്ലല്ലോ, ഇതെങ്ങനെ റെഡി ആവുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോ അപ്പൊ തന്നെ റിഫ്ലക്ട് ഓൺ യുവർ സെൽഫ്. അതാണ് പറയാനുള്ളത്, റിഫ്ലക്ട് ഓൺ യുവർ സെൽഫ്. കാരണം നിങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ തന്നെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്താ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല മര്യാദയ്ക്ക്. കാരണം നിങ്ങള് നെഫ്സ് ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ ചെയ്തതാണ്, ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല, എന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആ നെഫ്സിനൊക്കെ അവിടെ അടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഇച്ചിരി മൂപ്പരെ കേൾക്കാതിരുന്ന് നല്ലോണം മനസ്സിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളെ ഭാഗത്തുള്ളത് ക്ലിയർ ചെയ്തു നോക്കിയാൽ കൂളായിട്ട് അപ്പുറത്ത് റെഡി ആവും. കാരണം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. ഒറ്റ മിനിറ്റ് ട്ടോ. ഓക്കെ. അപ്പോ എന്താ ആ ഒരു നമ്മളെ സ്റ്റെബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഗ്യാതറിങ്സ്, ആ ഗ്യാതറിങ്സിൽ നമ്മൾ ആക്റ്റീവ് ആവുക, നമ്മുടെ കഴിവുകൾ, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും കഴിവ്, അത് നല്ലോണം കുക്ക് ചെയ്ത് വെറുതെ അപ്പുറത്ത് കുറച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൂട്ടുക, നമ്മളപ്പുറത്തുള്ള വീട്ടുകാരെ കൂട്ടുക, എന്നിട്ട് അതൊരു കമ്മ്യൂണിറ്റി പോലെ നിങ്ങളത് കാണുക. ഈ ദാവത്ത് എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പോ ദാവത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും അതിനുമാരുടെയൊക്കെ ഭാര്യമാരെ ഇഷ്ടമില്ലേ. അപ്പൊ എന്താണെങ്കിലും
ദഅവത്ത് എന്നുള്ളത് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ് ദഅവ എന്നാണ്. കാരണം ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഇപ്പോ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ടൊന്നുമല്ലല്ലോ എല്ലാരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ദീന് പഠിപ്പിച്ചത് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സൂമിൽ ക്ലാസ് വിളിച്ചിട്ടല്ല. പിന്നെ ഇങ്ങനെയാണ് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പഠിപ്പിച്ചിട്ടുള്ളത് ഫുള്ള് ജീവിച്ച് കാണിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഗ്യാതറിങ്സ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതും ആ രൂപത്തിൽ തന്നെ. ഇങ്ങനെ നമ്മൾ നല്ലോണം നമ്മുടെ സ്വഭാവം ആദ്യം ബെസ്റ്റ് ആക്കുക. ബെസ്റ്റ് ആക്കാൻ സ്വഭാവം നന്നാക്കാൻ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ സ്റ്റേബിൾ ആവാന്നുള്ള നമ്മുടെ സ്വഭാവം കാരണം നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ സ്റ്റെബിലിറ്റിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ എന്ത് തന്നെ ഇവിടെ അപ്പുറത്തും എന്ത് സംഭവിച്ചാലും എന്റെ മനസ്സിന്റെ തുമനീനത്ത് ഇല്ലാതായി പോവാതിരിക്കുക. അതായത് എന്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരിക്കുക എന്നുള്ളതാണ്. മനസ്സിങ്ങനെ തിരടിക്കുന്ന പോലെ ആയാല് അങ്ങനെ എപ്പോഴും എന്ത് ചെറിയ കാര്യത്തിലും വേദനിക്കുന്ന മനസ്സ്, എന്ത് ചെറിയ കാര്യത്തിലും ആടി ഉലയുന്ന മനസ്സാണെങ്കിൽ ആ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഉലയുന്നോറും നമുക്ക് എന്ത് പറ്റൂല, നമുക്ക് അങ്ങോട്ട് വേറൊരാളോട് നല്ല രൂപത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനൊന്നും പറ്റൂല. അത് നമ്മളെ തെറ്റല്ല. കാരണം നമുക്ക് എങ്ങനെയോ അങ്ങനെ മനുഷ്യന്മാർക്ക് സാധിക്കൂല. മനുഷ്യന്മാർക്ക് അത് സാധിക്കണമെങ്കിൽ മനുഷ്യന്മാരുടെ മനസ്സ് ശാന്തമായിരിക്കണം. ആ ശാന്തത കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള അതുപോലെ സുന്നത്താക്കിയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയണത് ചിരിയാണ്, പുഞ്ചിരി. ആ ഒരു പുഞ്ചിരി എന്ത് ചെയ്യാ, നമ്മൾ ആ പുഞ്ചിരി വരെ നമ്മളെ നിയത്ത് റെഡിയാക്കി നല്ല വൃത്തിയിൽ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്റ്റെബിലിറ്റി എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടലുകൾ ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് രൂപത്തില് നമ്മുടെ ലൈഫിന്റെ ഏകദേശം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിൽ തന്നെ കാണാൻ പറ്റുമെന്ന് പറയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹയെ നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് പറയാനുള്ള ഒരുപാട് പേരുണ്ട്. ആരൊക്കെയാണ്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. തുടക്കത്തിൽ ഫാരിസ തന്നെ ജസ്റ്റ് സൂചിപ്പിച്ചല്ലോ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആരായിരുന്നു? ബിസിനസ് വുമൻ ആയിരുന്നു. എന്താ പറയാ, ഫസ്റ്റ് മെമ്പർ ഓഫ് ഇസ്ലാമും ഒരു ലേഡി ആയിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ശരിക്കും ഇസ്ലാമിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് പേഴ്സൺ ടു ബിലീവ് ഇൻ ഇസ്ലാം ഒരു ലേഡി ആയിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. വേറെ ആരുമല്ല. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് പ്രമുഖരായിട്ടുള്ളവരും എല്ലാവരും ഉണ്ട്. പക്ഷെ അന്നും ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു ഫസ്റ്റ് ബിലീവർ. ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചിട്ട് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹ ആരായിരുന്നു? ബിസിനസ് വുമൻ ആയിരുന്നു. അത്രയും എന്താ പറയാ വിജയിച്ച, അല്ലെങ്കിൽ അത്രയും നല്ലോണം എന്താ പറയാ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരുപാട് എന്താ പറയാ സ്റ്റാഫും കാര്യങ്ങളും ഒക്കെയുള്ള ഫുള്ള് സെറ്റ് ചെയ്ത് ഭയങ്കര അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൻ ആയിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ പറയാനുള്ളത് ആരെയാണ്? ജസ്റ്റ് കുറെ കാലത്തിനിപ്പുറത്തേക്ക് വന്നാൽ ഫാത്തിമ ഫിഹ്രിയ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ഫിഹ്രിയ റളിയല്ലാഹു അൻഹ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിടെ കറവി യൂണിവേഴ്സിറ്റി തുടങ്ങി വെച്ചിട്ടുള്ളത് ആരാണ്? ഫാത്തിമ ഫിഹ്രിയ റളിയല്ലാഹു അൻഹ. അതും ഒരു മുസ്ലിം വുമൻ ആണ്. ഈ കറവി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമില് എന്നല്ല, ലോകത്ത് തന്നെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ തുടങ്ങി വെക്കുന്നത് ആരാണ്? ഒരു മുസ്ലിം വുമൻ ആണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇസ്ലാമിൽ എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഇത് പറയാനൊക്കെ കാരണം നമുക്ക് ഇസ്ലാം പറയുന്നത് ചെയ്യാനോ വയ്യ, എന്നാലോട്ട് ഇസ്ലാം പറയാത്തത് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കോലത്തിലേക്ക് നമ്മൾ അതായത് മുസ്ലിം വുമൻ തന്നെ ആ ഒരു രൂപത്തിലേക്ക് മാറിയപ്പോഴാണ് ആളുകൾ ഇസ്ലാമിനെ ഈ രൂപത്തിൽ നല്ലോണം അടിച്ചാക്ഷേപിക്കാനുള്ള സ്പേസ് അവർക്ക് കിട്ടിയത്. ആളുകൾ എപ്പോഴും ആക്ഷേപിക്കും, അത് വേറെ കാര്യം. പക്ഷെ അവർക്ക് അതിനുള്ള സ്പേസ് ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മള് എന്ത് ചെയ്യുന്നില്ല, നമ്മള് ഇസ്ലാം നമുക്ക് എന്താ പറയാ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് അല്ലാത്ത കാര്യങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ ഞാനിപ്പോ നിങ്ങളെ വുമൻസ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ മലേഷ്യയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് പറയാറുള്ള ഒരു കഥ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ വിമൻ ഓൺലി കമ്മ്യൂണിറ്റീസ് നല്ലോണം ഉണ്ടാവും. അവരതിന് ഏതൊക്കെ രൂപത്തിൽ യൂസ് ചെയ്യുമെന്ന് അറിയാം. അവർക്ക് ഫാഷൻ ഷോ വരെ ഈ വുമൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. എന്തിനാ ഫാഷൻ ഷോ അവർ വെക്കുന്നത്? കാരണം സ്ത്രീകൾ പൊതുവെ ഭംഗിയാവുന്നത്, അതായത് ഭംഗിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് മുഞ്ചായി നടക്കുന്നത് പുരുഷന്മാരെ കാണിക്കാനൊന്നും ആയിരിക്കില്ല മിക്ക ആൾക്കാരും സ്ത്രീകളെ തന്നെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളതായിരിക്കും. അതായത് ഞാൻ പറഞ്ഞ ദീനുള്ളവരെ കുറിച്ചിട്ടൊന്നും അല്ല. ദീനില്ലാതെ തന്നെ സാധാരണക്കാരായി ജീവിക്കുന്ന സാധാരണ ലേഡീസിന് എല്ലാവരും ഇങ്ങനെ ആണുങ്ങളെ വീഴ്ത്താന്നുള്ള രൂപത്തിലൊന്നും അല്ലല്ലോ ഒരിക്കലും ഡ്രസ് ചെയ്യുന്നത്. അവര് പക്ഷെ ഡ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നീയത്ത് എന്തായിരിക്കും?
അവള് കാണണം, ഇവള് കാണണം, ഇവള് നല്ലത് പറയണം, അങ്ങനെ ഇവളെക്കാളും ഭംഗിയുള്ള ഡ്രസ് ചെയ്യണം, അതൊക്കെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് എപ്രിസിയേഷൻ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരിക്കും. അതിൽ വിമൻ എന്ന് പറയുമ്പോൾ തന്റെ അപ്പിയറൻസ് എപ്പോഴും ഭയങ്കര കാര്യമായിരിക്കും. അപ്പൊ ആ ഒരു അപ്പിയറൻസിൽ എപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളത് വിമന് ഭയങ്കര വലിയൊരു എന്താ പറയാ എന്താ പറയാ വലിയൊരു ഘടകം തന്നെയാണ് എന്ന് പറയാം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും വിമന് ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ മലേഷ്യയില് ഇവരുടെ യൂണിവേഴ്സിറ്റി അണ്ടറിൽ വെറുതെ വിമൻസ് ഓൺലി ആയിട്ട് ഇവര് ഇത് വെക്കും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഫോൺസ് അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, എന്നാൽ എല്ലാവർക്കും എന്തും കാണിക്കാം എന്നുള്ള രൂപത്തിൽ ഇവർ വിളിക്കും. അപ്പൊ എന്താ, ഇവർക്ക് പുറത്തുനിന്ന് ഇതേ രൂപത്തിൽ നടക്കണം എന്നുള്ള ഒരു തോന്നൽ അവിടെ വരുന്നില്ല. കാരണം എന്താ, ഇവർക്ക് അതിനുള്ള സ്പേസ് ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഹറാമിലേക്ക് പോകാനുള്ള ത്വര മനുഷ്യന്റെ ഉള്ളിൽ വരുന്നത് ഒന്നും കിട്ടാണ്ടാവുമ്പോഴാണ്. ശരിക്കും ഇസ്ലാം പറയുന്നത് ബുഷ്റ ഫിൽ ഹയാത്ത് ദുനിയ എന്നാണ്. അതായത് ദുനിയാവിലെ ലൈഫിൽ നിങ്ങൾ ബുഷ്റ എന്ന് പറയുന്ന ഹാപ്പിനെസിന്റെ ഏറ്റവും ഉന്നത അവസ്ഥ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ഹാപ്പിനെസിന്റെ ഏറ്റവും പീക്ക് മോസ്റ്റ് അവസ്ഥ, അതാണ് എന്താ പറയാ ബുഷ്റ എന്ന് പറയാം. ബഷാറത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ചിലപ്പോൾ അതിന് വാക്കുണ്ടാവില്ല. കാരണം അറബിക്ക് പൊതുവെ നല്ല ഡീപ്പായിട്ട് അർത്ഥം വരുന്ന ലാംഗ്വേജ് ആണല്ലോ. അപ്പൊ ബുഷ്റ എന്നുള്ളത് വെറുതെ ഹാപ്പിനെസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടൂല. പക്ഷെ ബുഷ്റ എന്നുള്ളത് ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ അത്രയും ബ്യൂട്ടിഫുൾ കംപ്ലീഷൻ, അതിന്റെ ഒരു പെർഫെക്റ്റ് കംപ്ലീഷൻ, അതാണ് ബുഷ്റ. ആ ബുഷ്റയാണ് ദുനിയാവിൽ കിട്ടുന്ന ഖുർആൻ പറയുന്നത്. ബുഷ്റ ഫിൽ ഹയാത്ത് ദുനിയ നമ്മളോട് പറയണോ, നിങ്ങൾ ദുനിയാവിൽ ബഷാറത്തോടെ ജീവിക്കാന്ന്. പിന്നെ എവിടെ ബഷാറത്ത്? നമുക്ക് ചിലർക്കൊക്കെ ദുനിയാവ് എന്ന് പറഞ്ഞാല് സങ്കടപ്പെടാനുള്ള അല്ലെങ്കിൽ സഹിക്കാനുള്ള ബുദ്ധിമുട്ടാനുള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ അങ്ങനല്ല, ബുഷ്റ ഫിൽ ഹയാത്ത് ദുനിയ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടാനാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമ്മൾ ഖുർആൻ അനുസരിക്കാത്തവരല്ലേ. പിന്നെ ഇങ്ങനെ നമ്മൾ ഖുർആൻ അനുസരിക്കുന്നവരാവുക, അതും ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ എന്താണ് അതിന്റെ എന്താ പറയാ മാനായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്? ബഷാറത്തിന് ഒരുപാട് മീൻസ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ആൻഡ് ഏറ്റവും എസെൻസ് എന്ന് പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ, ആ ദിക്റിലൂടെയാണ് നമുക്ക് ഏറ്റവും പീക്ക് മോസ്റ്റ് ഹാപ്പിനെസ് കിട്ടുക. പക്ഷെ ആ ദിക്ർ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുക, അതായത് നമ്മൾ ലൈഫിൽ ഫുള്ള് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒന്നും മനസ്സിലൊരു സമാധാനം. ആ സമയത്ത് നമ്മൾ വെറുതെ നാവുകൊണ്ട് ദിക്റും ചൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് തത്മഇന്നുൽ ഖുലൂബൊന്നും കിട്ടൂല. പിന്നെ എങ്ങനെയാണ് കിട്ടുക? നമ്മൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, കിട്ടുന്ന സ്പേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് വൈബ്സ് ഇങ്ങനെ കൂട്ടണം. ആ പോസിറ്റീവ് വൈബ്സ് കൂട്ടിയിട്ട് നമ്മൾ ഹൃദയത്തിന് ഇങ്ങനെ അതിനുള്ള ആ ദിക്റിനുള്ള സ്പേസ് ഹൃദയത്തിൽ കൊടുക്കണം. എന്നിട്ട് ഹൃദയത്തിൽ എന്താ പറയാ ദിക്ർ ചൊല്ലാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ദിക്ർ കൊല്ലുക, എന്നാലുള്ള നമുക്ക് ബഷാറത്ത് കിട്ടുക. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ബഷാറത്ത് കിട്ടുന്ന ലൈഫ് ആയിരിക്കണം. ഇപ്പൊ ഈ ബഷാറത്ത് കിട്ടാണ്ടാവുമ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്യും? ഹാപ്പിനെസ് തേടിപ്പോവും. അതായത് ബഷാറത്ത് കിട്ടുന്നില്ലേ പിന്നെ നെക്സ്റ്റ് ലെവൽ, ബഷാറത്ത് എന്തായാലും കിട്ടുന്നില്ല, അപ്പൊ പിന്നെ നെക്സ്റ്റ് ലെവൽ അത് ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ് തേടി പോകുമ്പോഴാണ് മ്യൂസിക്കിൽ എന്തോ ഒന്ന് കിട്ടുന്നു, അപ്പൊ മ്യൂസിക് കേൾക്കാം. പിന്നെ സിനിമ കാണുമ്പോൾ കുറച്ച് വേറെന്തോ കിട്ടുന്നു, അപ്പൊ പിന്നെ അതിൽ പോവാം എന്നുള്ള രൂപത്തിലേക്ക് മനുഷ്യൻ ഹറാമിലേക്ക് പോകുന്നത് ശരിക്കുമുള്ള സുഖങ്ങളൊന്നും കിട്ടാണ്ടാകുമ്പോഴാണ്. അപ്പൊ ഈ സുഖങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വുമൻസ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഫാമിലി നല്ലോണം യൂസ് ചെയ്യുക. നിങ്ങളെ ഹസ്ബൻഡിനെ നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യാം, ഫാമിലി നല്ലോണം യൂസ് ചെയ്യാം. ഇതൊക്കെ നല്ലോണം യൂസ് ചെയ്യേണ്ട സാധനമാണ്. കാരണം അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് ചെറിയൊരു ട്രിക്ക് പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവാണ്. ഈ പ്രശ്നത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, കുഴപ്പം ഉണ്ടാക്കാണ്ടിരിക്കാനും ഓപ്ഷൻ ഉണ്ട് എന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് ചിന്തിക്കുന്നത്? ഈ കുഴപ്പം ഉണ്ടാക്കിയാൽ ശരിക്കും ഒരു സമാധാനം കെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ എന്നാൽ നിങ്ങളെ സമാധാനം കൂടി അതിന്റെ കൂടെ കെടുത്തുന്നുണ്ട്. അതൊന്നും ഓർത്താൽ തന്നെ എന്നിട്ട് അതായിട്ട് ക്യാൻസൽ ചെയ്യാം. കാരണം അത് ശരിക്കും സമാധാനം കളയലല്ലേ. നമ്മളിപ്പോ ഒരു കാര്യത്തിന് അടിയുണ്ടാക്കുക, ആ അടിയിൽ നമുക്ക് അടക്കം സമാധാനം പോലെ വെറുതെ എന്തിന് സമാധാനം കളയണം? അപ്പൊ പിന്നെ ആ അടിയോട് ഒഴിവാക്കുക. അങ്ങനെ അങ്ങനെ ആ നീയത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? വിട്ടുവീഴ്ചക്കൊക്കെ നിൽക്കുക. അങ്ങനെയുള്ള രൂപത്തിൽ നിങ്ങൾ എല്ലാ നെഗറ്റീവ് വൈബ്സിനും ഒഴിവാക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് ഹറാമിലേക്ക് പോകാനുള്ള ത്വര ഒന്നും ഹൃദയത്തിൽ പിന്നെ വരില്ല. കാരണം ഹറാമിലേക്ക് പോകാനുള്ള ത്വര വരുന്നത് നമുക്ക് ആക്ച്വൽ സ്വീറ്റ്നെസ് ഓഫ് ഈമാൻ അല്ലെങ്കിൽ ആക്ച്വൽ സ്വീറ്റ്നെസ് ഓഫ് ബീങ് എ ബിലീവർ കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ഹാപ്പിനെസിന്റെ എന്തെങ്കിലും പോയിന്റ് കിട്ടുകയാണെങ്കിൽ ആ പോയിന്റ് പിടിച്ച് പോവാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് ഹാപ്പിനെസ് ആണോ അല്ലേ എന്താണോ? കാരണം അത് നമ്മൾ ആ അനുഭവിക്കുന്ന സമയത്ത് ഹാപ്പിനെസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ലയനത്തിൽ ഇങ്ങനെ പോകും. ആ ദിവസം അവസാനിക്കുമ്പോഴേക്കെങ്കിലും നമ്മൾ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നിർത്തുന്ന സമയം മുതൽ
ഹൃദയത്തിൽ പിന്നെ ഇങ്ങനെ സമാധാനക്കേട് ഇങ്ങനെ ചുരുണ്ടുകൂടും. കാരണം എന്താ, അതിനെ കൊണ്ട് നമ്മൾ ഹൃദയം ഇങ്ങനെ ഇടങ്ങേറാവേക്കും. കാരണം ഹൃദയം എപ്പോഴും, പിന്നെ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ ഈ തത്മഇന്നുൽ ഖുലൂബ് ആഗ്രഹിക്കുന്ന ഹൃദയത്തിന് കിട്ടുന്നത് ഇതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത, എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യം. അപ്പൊ ഹൃദയം ഇതൊരിക്കലും ഇഷ്ടപ്പെടൂല. അപ്പൊ നഫ്സ് ഇതിനെ കൊണ്ട് സന്തോഷിക്കുമ്പോൾ പോലും ഹൃദയം ഇങ്ങനെ മരവിച്ച് 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 എങ്ങനെ പോകും. അങ്ങനെ മരവിച്ചിട്ട് പിന്നെ ഒന്നും ഫീൽ ചെയ്യാതെ ആവുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ഓ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം എല്ലാ യൂത്തും എല്ലാ ടീനേജേഴ്സും ജീവിക്കും ഭയങ്കര ഹാപ്പി ആണെന്നൊക്കെ പറയും. പിന്നെ ഒരു കാലത്ത് അവർ ഡിപ്രഷനിലായിരിക്കും, വേണമെങ്കിലും ഒരു കാലത്ത് ഡിപ്രഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഡിപ്രഷൻ കടന്നു പോയിട്ടില്ലാത്ത സ്ത്രീകളെ നോക്കിയാലൊക്കെ വളരെ കുറവായിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, ഇതന്നെയാണ്. കാരണം ഹാപ്പിനെസ് തേടി പോകുന്ന വഴികൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, അതുപോലെ തന്നെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക, ലൈഫ് ഹാപ്പി ആക്കുക, ഒരു ബ്ലിസ്ഫുൾ ആക്കാന്ന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു വലിയൊരു നിയമത്താണ് വുമൻസ് കമ്മ്യൂണിറ്റി. എന്തുകൊണ്ട്? വുമൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയി, അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബൗണ്ടറി പോയി, അത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ലിമിറ്റ്സ് പോയി. എനിക്കിപ്പോ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാം, ഇപ്പൊ നമുക്ക് വെറുതെ തോന്നുകയാണ്, എല്ലാവർക്കും ഇപ്പോ ഭംഗിയായി നിൽക്കാൻ തോന്നുകയാണെങ്കിൽ ഭംഗിയായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്ന് നിന്നാലും ഒരു പ്രശ്നവും ഇല്ലല്ലോ. ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നാനൊന്നും പോണില്ല, ഒരു ബുദ്ധിമുട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെ ലിമിറ്റ്സ് പോയി. അപ്പൊ ഒരുപാട് ലിമിറ്റ്സ് പോകുമ്പോ എന്തായി, നമുക്ക് നല്ല ഒരു ഫ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, ആ ടെൻഡൻസിക്ക് നല്ലൊരു എന്താ പറയാ ആശ്വാസം കിട്ടും. ഒരു എന്താ പറയാ ക്വെഞ്ചിങ് ഉണ്ടാവും, ക്വെഞ്ചിങ് ഓഫ് ദ തേഴ്സ്റ്റ് എന്ന് പറയും പോലെ ഒരുപാട് ആഗ്രഹങ്ങൾക്കുള്ള, ഒരുപാട് ആവശ്യങ്ങൾക്കുള്ള ഒരു ക്വെഞ്ചിങ് കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു കൂട്ടായ്മകൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് എന്താ ഉപകാരം ഉള്ളത്? നമ്മൾ വെറുതെ ക്ലാസ് കേൾക്കാനാണെങ്കിൽ നമുക്ക് ശരിക്കും ആണുങ്ങളെ ക്ലാസ് ആണെങ്കിലും ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ആണുങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ട്, ഉസ്താദുമാരുടെ ക്ലാസ് കേൾക്കാറുണ്ട്. നമ്മൾ ഒരു കാലം വരെ ഉസ്താദുമാർ മാത്രമായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് പക്ഷെ വുമൻസ് കമ്മ്യൂണിറ്റി, അതുപോലെ വുമൻസ് കമ്മ്യൂണിറ്റിയിലെ ക്ലാസ്സസ്, കാര്യങ്ങള്, അതൊക്കെ ഇങ്ങനെ ഉയർന്നു വരാൻ കാരണം തന്നെ അത് ഉയർത്തിക്കൊണ്ട്, ഇപ്പൊ നമ്മൾ ഈ ഫിത്തറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഫിത്തറ വുമൻസ് MKC വുമൻസ് കമ്മ്യൂണിറ്റി. അപ്പം ഫിത്തറ വുമൻസ് കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആകെയുള്ള മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞത്, പൊതുവെ ദീന് പറയുമ്പോഴാണെങ്കിലും, ദീന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഫിഖഹിയായ മസലകൾ പറയും. ഒരു ഉസ്താദിനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയാ അതിന് സമ്മതിക്കൂല. ഹയാ അതിന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാട് മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയണം, ചെറ പോലും നമുക്ക് ശരിക്കും ചോദിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടാവും. പക്ഷെ ലേഡീസിന്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ എന്ത് കാര്യങ്ങളും നമുക്ക് വെറുതെ ഹാപ്പി ആയിട്ടൊന്ന് കൂടുക, വെറുതെ ഒരു മജ്‌ലിസ് നടത്തുക, വെറുതെ അല്ലെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി വെറുതെ ഇരുന്ന് കൂടിയിരുന്ന് പാട്ട് പാടാം. കല്യാണത്തിനൊക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാന്റെ കല്യാണത്തിനും ഒക്കെ മുട്ടിപ്പാട്ട് ഉണ്ടാവാറുണ്ടല്ലോ. പെൺകുട്ടികൾ തന്നെ പാട്ട് പാടി കൈമുട്ടി പാട്ട് പാടാറുണ്ട്. അത് കണ്ട് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന് പാടിയ പെൺകുട്ടികളുണ്ട്. അങ്ങനെ ചെറിയ മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു രൂപം വരെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പൊ അതുപോലത്തെ രൂപത്തിൽ നമുക്ക് ഒരുപാട് രൂപത്തിൽ സ്ത്രീകൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രൂപത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തൊക്കെ എത്രയോ കാര്യങ്ങൾക്കുള്ള ആൻസർ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ എന്താ പറയാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഫാമിലി ലൈഫിലും മറ്റുമൊക്കെ സാധാരണ ഉണ്ടായേക്കാവുന്ന ചെറിയ പ്രഷേഴ്സും കാര്യങ്ങളും, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുമായിരിക്കും. അല്ലെങ്കിൽ ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ എന്താ പറയാ ബിസിനസ് ലൈഫ്, അല്ലെങ്കിൽ എന്ത് ലൈഫ് ആയിക്കോട്ടെ, പല ഫീൽഡ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ. ആ ഏതെങ്കിലും ഫീൽഡ് ഓഫ് ലൈഫിൽ നമുക്ക് ഒരു പ്രഷർ ഉണ്ടെങ്കിൽ ആ ഒരു പ്രഷർ ശരിക്കും നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഇറക്കി വെച്ചോളാൻ വയ്യായിരിക്കും. അപ്പൊ ശരിക്കും നമ്മളെ സ്ട്രെസ്, ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡ് ആ സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് വരുന്ന ഹസ്ബൻഡിന്റെ മേലെ ഇതൊക്കെ തീർക്കാൻ നിന്നാല് മൂപ്പർക്ക് അത് ആ സമയത്ത് താങ്ങിക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാം കൂടി മൂപ്പരെ തലയിലിടുക, എന്നിട്ട് രണ്ടുപേരും കൂടി അടിയാവുക, അങ്ങനെയുള്ള ഒരു ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പറ്റിയ ഒരു കൂട്ടായ്മ ഇല്ല. അത് വെറുതെ അല്ലെങ്കിൽ നോർമലി അത് പറഞ്ഞ് പങ്കിടാൻ പറ്റിയ ഒരു സ്പേസ് ഇല്ല എന്നുള്ളതൊക്കെ എന്നൊക്കെയുള്ള റീസൺസ് കൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ലേഡീസ് കൂട്ടായ്മ വരികയാണ്. പക്ഷെ ഈ ലേഡീസ് കൂട്ടായ്മ ഇങ്ങനെയുള്ള കൂട്ടായ്മ അല്ല. പണ്ടൊക്കെ ഉണ്ടാണ് മറ്റേ കൂട്ടായ്മ ഉണ്ടല്ലോ, താത്ത സ്ക്വയർ എന്ന് പറയും പോലെ, കുറെ എന്താ പറയാ വെറുതെ ഈബത്ത് പറയാ, നമീമത്ത് പറയാ, എന്നിട്ട് എല്ലാം കൂടി കുട്ടിച്ചോറാക്കി ഏതെങ്കിലും കുടുംബം കലക്കുക എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരു കൂട്ടായ്മയല്ല. പിന്നെ എന്താണ്, ദീനില് നല്ല അടിസ്ഥാനമായിട്ട്
നല്ല റൂട്ടഡ് ഫേം സിമെന്റ് ഉള്ള ഫേം ആയിട്ടുള്ള ഒരു അടിത്തറ വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം ഈ കമ്മ്യൂണിറ്റീന്റെ വേരെത്തിച്ചേരുന്നത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയിലാണല്ലോ. എന്തായാലും ഒബ്വിയസ്ലി അത് അങ്ങനെയാണല്ലോ. അപ്പൊ തന്നെ നമുക്ക് ആ റൂട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പറയാൻ വേറെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കൂട്ടായ്മകൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തും പറയാം, എന്തും ഷെയർ ചെയ്യാം, എന്തിനും സഹായം തേടാം. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ, ഭയങ്കര എന്താ പറയാ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു പ്രോബ്ലത്തിൽ നിങ്ങൾ പെടുകയാണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്താല് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ഇത് എത്ര വലിയ നിയമത്താന്ന് മനസ്സിലാവായിട്ടാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുകയാണ്. അപ്പുറത്തുള്ള ആൾ നിങ്ങളെ അവസ്ഥ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ചിലായിരിക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. പക്ഷെ ഇത് ഇത്രയും ദൂരത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ പേഴ്സണലി അറിയാം, പക്ഷെ നിങ്ങളെ ഫാമിലി അറിയാൻ പോകുന്നില്ല, നിങ്ങളെ വേറെ ആരെയും അവർക്ക് അറിയില്ല, വേറെ ആരെയും അവർ അറിയിക്കാൻ പോണുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ. പക്ഷെ എന്താ, ഇത് ക്ലോസ് ആണ്, ഇത് ഫേം ആണ്, ഇത് എന്താ പറയാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സ്നേഹിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒത്തുകൂടുന്ന ഒരു കൂട്ടായ്മയാണ്. അതായത് അർശിന്റെ തണല് ലഭിക്കാൻ പോലും കാരണമാവുന്ന കൂട്ടായ്മ. അപ്പൊ ഈ കൂട്ടായ്മയെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ആ യൂസേജ് തന്നെ എന്തായിരിക്കും, നിങ്ങൾ വുമൻ എംപവർമെന്റിന്റെ പേരിൽ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെ ആയിരിക്കും. കാരണം നിങ്ങളെ തന്നെ എംപവർ ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങളുടെ മോസ്റ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് വുമൻ എംപവർമെന്റ്. കാരണം അല്ലാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് സ്ത്രീകളെ അടിച്ചമർത്തണ് മറ്റേത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് വെറുതെ റോട്ടിൽ ഇറങ്ങാന്നിട്ട് അവരായിരിക്കും സ്ത്രീക്ക് ഒരു പ്രശ്നം സംഭവിച്ചാല് ശരിക്കും ഒരു റേപ്പ് കേസ് പോലെ വല്ലതും സംഭവിച്ചാലൊക്കെ ഏറ്റവും അതിനൊന്നും മുന്നിൽ, അതായത് അതിനെതിരെ എന്തെങ്കിലും പറയാനൊന്നും ഒന്നിനും ഇല്ലാത്തത് ഈ ആക്ടിവിസ്റ്റുകൾ തന്നെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും നല്ല രൂപത്തില് വുമൻ എംപവർമെന്റ് ചെയ്യുക, ഇസ്ലാമിക് വുമൻ എംപവർമെന്റ് നമുക്ക് വേണേൽ ഇതിനെ വിളിക്കാം. ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങൾ എല്ലാവരും ഇതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളി. പിന്നെ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്തോളി. എനിക്ക് മൈൻഡ് ചെയ്യാലോ. എന്തെങ്കിലും പറയാൻ? നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ എങ്ങനെയാണെങ്കിൽ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല? ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു സങ്കടമാണ് കേട്ടോ. إن شاء الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد صلى الله عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله.